ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോയെ ലൈഫ്, ദൈവത്തിൻ്റേതുപോലെയുള്ള ജീവൻ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ 2-ാം ഭാഗത്ത് യേശു എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു വന്നത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു. യേശു വന്നത് നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ, നമുക്ക് വേണ്ടി മരിക്കുവാനാണ്. നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീരുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. യേശു വന്നത് നമുക്ക് ജീവനെ നൽകി തരുവാൻ. ഏത് തരത്തിലുള്ള ജീവനെ നൽകി തരുവാൻ വേണ്ടിയാണ്? ദൈവത്തിൻ്റേതുപോലെയുള്ള ജീവൻ, സോയെ ലൈഫ്. മനുഷ്യർക്കെല്ലാം ജീവനില്ലേ? ജീവനുള്ള ഒരു വ്യക്തിക്ക് ജീവനെ നൽകുക എന്ന് പറയുമ്പോൾ അത് കേൾവിക്കാർക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ വ്യത്യസ്ത നിലയിലുള്ള ജീവനുണ്ട്. വിവിധ തരം ജീവനുകൾ ഇന്ന് ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിൽ കർത്താവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റേതുപോലെയുള്ള ജീവനാണ്, സോയെ ലൈഫ്. ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ജീവനുണ്ട്. അവർക്കുള്ള ആ മാനുഷികമാകുന്ന ജീവൻ, ആ മാനുഷികമാകുന്ന ജീവൻ ഒരു ദിവസം അവസാനിക്കുന്നതാണ്. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എന്നാൽ അതിനപ്പുറത്ത് അവസാനമില്ലാത്ത എവർലാസ്റ്റിംഗ് ആകുന്ന ജീവൻ നൽകുവാൻ, ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ നൽകുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. സോയെ ലൈഫ് അതൊരു ദാനമാണ്, ഒരു ഗിഫ്റ്റാണ്. നമുക്കാർക്കും അത് നേടിയെടുക്കുവാൻ കഴിയുകയില്ല. യേശു അത് നമുക്ക് ദാനമായിട്ട് നൽകുന്നു. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. പുതിയ നിയമം യവനായ ഭാഷയിലാണ് എഴുതിയത്. യവനായ ഭാഷയിൽ ജീവൻ എന്ന വാക്കിന് സോയെ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. യവനായ ഭാഷയിൽ ജീവന് വ്യത്യസ്തമാകുന്ന പദങ്ങളുണ്ട്. ബയോസ് എന്ന വാക്കുണ്ട്, സുക്കെ എന്ന വാക്കുണ്ട്. ബയോസ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യജീവനെ, ശാരീരിക ജീവനെ കാണിക്കുകയാണ്. സുഖി എന്ന് പറയുമ്പോൾ പ്രാണന്റെ ജീവനെ കാണിക്കുന്നു. എന്നാൽ സോയെ എന്ന് പറയുമ്പോൾ അത് ശ്രേഷ്ഠമാകുന്ന, വളരെ ഉയർന്ന തലത്തിലുള്ള ജീവനെയാണ് കാണിക്കുന്നത്. നമുക്കതിനെ ഇങ്ങനെ സ്വീകരിക്കുവാൻ കഴിയും, ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ്, ദൈവത്തിൻ്റേതുപോലെയുള്ള ജീവൻ. അവർക്ക് സോയെ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ യേശു വന്നിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ജീവന് ബയോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. അവിടെ ആ നിലവാരത്തെ, അതിനെ ബയോസ് എന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയും. അവരുടെ ശാരീരിക ജീവന്റെ തലത്തിൽ ജീവിക്കുന്നവർ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ 25-ാമത്തെ വാക്യത്തിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് സൂക്കെ എന്ന് വിളിക്കുവാൻ കഴിയും. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അത് സൂക്കെ ലൈഫാണ്. അല്ലെങ്കിൽ പ്രാണന്റെ തലത്തിലുള്ള ഒരു ജീവനാണ്. ആരെങ്കിലും തൻ്റെ ജീവനെ, അവിടെ യവനായ ഭാഷയിൽ സൂക്കെ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അവനിൽ ജീവനുണ്ടായിരുന്നു. ജീവൻ, ആ ജീവൻ സോയെ ലൈഫാണ്. യേശു നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത് സോയെ ലൈഫാകുന്നു. ബയോസ് ലൈഫല്ല, സൂക്കെ ലൈഫല്ല, സോയെ ലൈഫാകുന്നു യേശു നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ
അവിടെ ദൈവത്തിൻ്റെ ലൈക്നെസ്സിലും ഇമേജിലുമാകുന്നു, സ്വരൂപത്തിലും സദൃശ്യപ്രകാരവുമാകുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സദൃശ്യപ്രകാരവുമാകുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമായിട്ട് അവനെ ഏത് നിലവാരത്തിലേക്ക് ഉയർത്തുവാനാണ് കർത്താവ് ആഗ്രഹിച്ചിരുന്നത്? അവനെ ദൈവത്തിൻ്റെ ജീവനുള്ളവനാക്കി തീർക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. 2-ാമത്തെ അധ്യായത്തിൽ തന്നെ ചില കാര്യങ്ങൾ കർത്താവ് പറയുമ്പോൾ 17-ാം വാക്യത്തിൽ പറയുന്ന സന്ദർഭത്തിൽ നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്നാണ് പറഞ്ഞത്. ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് കർത്താവ് അവിടെ പറയുന്നില്ല. അവനെ ഉയർത്തേണ്ട നിലവാരത്തിലേക്ക് ഉയർത്തിയതിന് ശേഷമായിട്ട്, ഒരു മാച്യൂരിറ്റിയിലേക്ക് ഉയർത്തിയതിന് ശേഷമായിട്ട്, ഇതൊരു ജേണിയല്ലേ. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ സൃഷ്ടിക്ക് ശേഷമായിട്ട് അവൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടം ആരംഭിച്ചപ്പോൾ അവൻ കടന്നു പോകേണ്ടിയിരുന്ന ഒരു പാതയായിരുന്നു നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അതിൽ അവൻ വിജയിയായി മുന്നോട്ട് പോകുമ്പോൾ അവന് ലഭിക്കുവാൻ പോകുന്നത് ജീവവൃക്ഷത്തിൻ്റെ ഫലമായിരുന്നു. ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. മനുഷ്യന് ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കുവാനായിരുന്നു ദൈവം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ മനുഷ്യൻ തെറ്റിപ്പോയി. മനുഷ്യൻ കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ചതിനാൽ ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ഇങ്ങനെ ദൈവം മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. ജീവന്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാപ്പാൻ അവന് നഷ്ടമായത് എന്താണ്? ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ്. ഗോഡ് കൈൻഡ് ഓഫ് ലൈഫാണ് മനുഷ്യന് നഷ്ടമായത്. മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ മനുഷ്യന് നഷ്ടമായത് ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ്, എവർലാസ്റ്റിംഗ് ലൈഫാണ് മനുഷ്യന് നഷ്ടമായത്. അതാണ് വീണ്ടും യേശുക്രിസ്തുവിലൂടെ നമുക്ക് മടക്കി ലഭിക്കുന്നത്. നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയാണ്. അവിടെ നിങ്ങൾക്ക് എവർലാസ്റ്റിംഗ് ലൈഫ് ലഭിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യന് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയത് യേശു ക്രിസ്തുവിലൂടെ മടക്കി ലഭിക്കുന്നു. അത് എവർലാസ്റ്റിംഗ് ലൈഫ് ആകുന്നു. ഇംഗ്ലീഷിൽ 2 വാക്കുകൾ, ഇറ്റേണൽ ലൈഫ് ആൻഡ് എവർലാസ്റ്റിംഗ് ലൈഫ്. ഇറ്റേണൽ ലൈഫ് ദൈവത്തിന് മാത്രമുള്ളതാണ്. നമുക്ക് ലഭിക്കുന്നത് എവർലാസ്റ്റിംഗ് ലൈഫാണ്. ഇറ്റേണൽ ലൈഫിൻ്റെ പ്രത്യേകത ആരംഭമില്ലാത്തതാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും ആരംഭമുണ്ടല്ലോ. നമുക്ക് ലഭിക്കുന്നത് എവർലാസ്റ്റിംഗ് ലൈഫാണ്. മലയാളത്തിൽ നിത്യജീവൻ എന്ന ഒരു വാക്ക് തന്നെ 2 പദത്തിനും ഉപയോഗിച്ചിരിക്കുന്നു. For God so loved the world that he gave his only begotten son, that whosoever believes in him should not perish but have everlasting life. അവിടുന്ന് നമുക്ക് എവർലാസ്റ്റിംഗ് ലൈഫ്, ദൈവത്തിൻ്റേതുപോലെയുള്ള ജീവനെ നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 6-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം, അതിന് 2-ാമത്തെ ഭാഗത്തിൽ ദൈവത്തിന് കൃപാവരമോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ദൈവത്തിൻ്റേതുപോലെയുള്ള ജീവൻ, സോയെ ലൈഫ്, ആദാമിന് നഷ്ടമായത്, ആദാമിന് ജീവവൃക്ഷത്തിൻ്റെ ഫലം നഷ്ടമായ അത് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതുവരെ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. യേശു നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. യേശു ക്രിസ്തു ജീവൻ്റെ അപ്പമാകുന്നു. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ, യേശുവിനെ നിങ്ങൾ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങളിൽ വരുന്നത് എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവനാകുന്നു നിങ്ങളിൽ വരുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ, ഗാഡ് കൈൻഡ് ഓഫ് ലൈഫ്.
കർത്താവ് നിങ്ങളിലേക്ക് നൽകി തരികയാണ്. വാ, ഹല്ലേലൂയ! ഇപ്പോൾ തന്നെ യേശുവിന് വേണ്ടി ഹൃദയവാതിലുകളെ തുറക്കുക, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ഒരു ചെറിയ പ്രാർത്ഥന. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ വാതുറന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് സൗജന്യമായി ഈ രക്ഷയെ സ്വീകരിക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെയും നമുക്ക് ആ സോയെ ലൈഫിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. 5-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത്, നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കുക. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സവിശേഷതയാകുന്നു അവിടുത്തെ ജീവൻ ആരംഭമില്ല, അവിടുത്തേക്ക് ആരംഭമില്ല, അവിടുത്തേക്ക് അവസാനവുമില്ല. അവിടുന്ന് ജീവൻ്റെ സ്രോതസ്സാകുന്നു. എല്ലാ ജീവനും, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവൻ്റെയും സ്രോതസ് വലിയവനാകുന്ന ദൈവമാകുന്നു. വൃക്ഷങ്ങൾക്ക് ജീവനുണ്ട്, മൃഗങ്ങൾക്ക് ജീവനുണ്ട്, മത്സ്യങ്ങൾക്ക് ജീവനുണ്ട്, മനുഷ്യന് ജീവനുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമാകുന്ന ജീവനുകളാകുന്നു, വ്യത്യസ്ത തരത്തിലുള്ള ജീവനുകളാകുന്നു. ഈ ജീവനുകളുടെ എല്ലാം സ്രോതസ് വലിയവനാകുന്ന ദൈവമാകുന്നു. അതോടൊന്നിച്ച് തന്നെ അവിടുത്തെ ജീവൻ, ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ്, ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ, ആ ജീവൻ്റെയും സ്രോതസ് അവിടുന്ന് തന്നെയാകുന്നു. യേശുക്രിസ്തുവിൽ ആ ജീവൻ്റെ സ്രോതസ്സുണ്ട്. അതിനാലാണ് യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ യേശുവിലൂടെ നമ്മിലും അതേ ജീവൻ തന്നെ വ്യാപരിക്കുകയാണ്. യേശുവാണ് ആ ജീവൻ്റെ സ്രോതസ്. സോയെ ലൈഫിൻ്റെ സ്രോതസ് യേശു ക്രിസ്തുവാണ്. യേശു നമ്മുടെ ഉള്ളിൽ വന്ന് പാർക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് നാം ഇടം കൊടുക്കുമ്പോൾ അതേ ജീവൻ തന്നെ നമ്മിലൂടെ വ്യാപരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പറയുന്നത്, നമുക്കെല്ലാം ഇരട്ടിയാണ് ലഭിച്ചിരിക്കുന്നത്, എല്ലാം ഡബിൾ ബ്ലെസ്സിങ് ആണ് ലഭിച്ചിരിക്കുന്നത്. 2 തരം ജീവൻ നമ്മിലുണ്ട്. നമുക്ക് മനുഷ്യജീവനുമുണ്ട്, നമുക്ക് നിത്യജീവനുമുണ്ട്. നമുക്ക് 2 മനസ്സുണ്ട്. നമുക്ക് മനുഷ്യ മനസ്സുമുണ്ട്, ക്രിസ്തുവിൻ്റെ മനസ്സുമുണ്ട്. 2 ആത്മാവുണ്ട്, ഹ്യൂമൻ സ്പിരിറ്റുമുണ്ട്, മനുഷ്യാത്മാവുമുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയാണ്. നമുക്ക് 2 ശക്തിയുണ്ട്. മാനുഷികമാകുന്ന ശക്തിയുമുണ്ട്, നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വ്യാപരിക്കുന്നു. നമുക്ക് 2 ഭാഷയുണ്ട്. നമുക്ക് നാച്ചുറലായി ലഭിച്ചിരിക്കുന്ന ഭൂമിയിലെ ഭാഷയും സംസാരിക്കുവാൻ കഴിയും, സ്വർഗീയമാകുന്ന ഭാഷയും സംസാരിക്കുവാൻ കഴിയും. നമുക്ക് 2 പൗരത്വമുണ്ട്. നാം ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാകുന്നു, അതേപോലെ തന്നെ നാം സ്വർഗീയ പൗരന്മാരാകുന്നു. മാത്രമല്ല നമുക്ക് 2 ടൈം സോണിൽ പ്രവർത്തിക്കുവാൻ കഴിയും. നാച്ചുറൽ ടൈം സോണിലും നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയും, സൂപ്പർ നാച്ചുറൽ ടൈം സോണിലും നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. എല്ലാം നമുക്ക് ഇരട്ടി കർത്താവ് നൽകിയിരിക്കുകയാണ്. അവിടുത്തെ ജീവൻ സോയെ ലൈഫ് നിങ്ങളിൽ വന്നിരിക്കുന്നതിനാൽ ആ സോയെ ലൈഫിനെ സജീവമാക്കി ഉയർന്ന തലത്തിലുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുക. മനുഷ്യരെ പോലെ ജീവിക്കേണ്ട കാര്യമില്ല, മനുഷ്യരെക്കാൾ ഉയർന്നൊരു നിലവാരത്തിൽ ദൈവത്തെ പോലെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ആ സ്രോതസ്, അതിൻ്റെ ആ ജീവൻ വ്യാപരിക്കുന്നതിൻ്റെ സ്രോതസ് നമുക്ക് കാണുവാൻ കഴിയുന്നു. 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവനാദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു. ആരിൽ? വേർഡിൽ ജീവനുണ്ടായിരുന്നു, വചനത്തിൽ ജീവനുണ്ടായിരുന്നു. നിങ്ങൾ ആ സോയെ ലൈഫ് സജീവമാകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ സോയെ ലൈഫിൻ്റെ സ്രോതസ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ സജീവമാകട്ടെ. അവനിൽ ജീവനുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വചനത്തിൽ ജീവനുണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ ജീവൻ നമ്മിൽ വ്യാപരിക്കുകയാണെങ്കിൽ ആ ജീവൻ നമുക്ക് വെളിച്ചമായിരിക്കും, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇരുട്ടിൽ ജീവിക്കേണ്ട കാര്യമില്ല.
ഇവിടെ വചനം ആദ്യം മുതൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. ഈ വചനത്തിലൂടെയാണ് നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടുന്നത്. വചനത്തിലൂടെയാണ് നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടുന്നത്. നിങ്ങളുടെ ആരുടെയും അരികിൽ യേശു ക്രിസ്തു ശാരീരികമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയത് വചനത്തിലൂടെയാണ്. ക്രിസ്തുവിനെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയത് വചനത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതിനാൽ ഈ വചനത്തിലൂടെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ജീവനെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കും. ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ്, ആ നിലവാരത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുമെന്നുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കും. കർത്താവ് അതാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. താഴ്ന്ന നിലവാരത്തിലുള്ളൊരു ജീവനല്ല കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഈ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ജീവിതമാകുന്നു. ദൈവത്തിൻ്റെതുപോലെയുള്ള ജീവനെ വഹിച്ചുകൊണ്ട് ദൈവത്തെ പോലെ ജീവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളാരും ദൈവം ആയിത്തീരുകയില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അവിടെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനാൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നത്, ഒരു പുതിയ മനുഷ്യനെ കർത്താവ് നമുക്ക് നൽകി തരികയാണ്. യേശുവിനെ രക്ഷകനെയും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആരും കരുതരുത് ആദാം എന്ന് പറയുന്ന മനുഷ്യൻ്റെ പിന്തുടർച്ചയാകുന്ന നാം ഓരോരുത്തരും നമ്മുടെ നിലവാരത്തെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് എന്ന് ആരും ചിന്തിക്കരുത്. കർത്താവോടെ ചെയ്യുന്നത് എന്ന് പറയുന്നത്, കർത്താവ് നമുക്ക് ഒരു പുതിയ മനുഷ്യനെ നൽകി തരുന്നു. നാം പുതിയതായി തീരുകയാണ്, പുതിയ സൃഷ്ടിയായി തീരുകയാണ്. 2 കൊരിന്ത്യർ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ പുതിയ സൃഷ്ടിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 17-ാം വാക്യത്തിൽ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ പുതിയ സൃഷ്ടിയായിത്തീരുകയാണ്, ഒരു ന്യൂ ക്രിയേഷൻ ആയിത്തീരുന്നു, ഒരു പുതിയ മനുഷ്യനായിത്തീരുകയാണ്, ഒരു ന്യൂ സ്പീഷീസ് ആയിത്തീരുകയാണ്. ഒരു അപ്ഗ്രഡേഷൻ അല്ല അവിടെ സംഭവിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ, 4-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നാം ഓരോരുത്തരും പുതുതായി തീർന്നിരിക്കുകയാണ്, പുതിയ മനുഷ്യരായി തീർന്നിരിക്കുന്നു. വാ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. അങ്ങനെയെങ്കിൽ 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ, ശേഷം മനുഷ്യരെ പോലെ നടക്കരുത് എന്നാണ് പൗലോസോടെ പറയുന്നത്. നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലും, മിയർ മെന്നിനെ പോലെ നിങ്ങൾ നടക്കേണ്ടവരല്ല. അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിൽ, ജഡീകതയിൽ ജീവിക്കുന്ന മനുഷ്യരെക്കാൾ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുവാൻ കഴിയുന്ന ഒരത്ഭുതമാണ് സോയെ ലൈഫിലൂടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പുതിയ മനുഷ്യരായി തീർന്നിരിക്കുകയാണ്. ഈ ലോകം ചെയ്യുന്നത് മനുഷ്യരെ നന്നാക്കാനാണ് ശ്രമിക്കുന്നത്. ലോകം, മതങ്ങൾ ഇപ്പോഴുള്ള മനുഷ്യനെ ഒരു നല്ല മനുഷ്യനാക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു അതല്ല ചെയ്യുന്നത്. യേശുക്രിസ്തു ഒരു പുതിയ മനുഷ്യനെ നമുക്ക് നൽകി തരികയാണ്, നമ്മെ പുതിയ മനുഷ്യരാക്കി തീർക്കുകയാണ്, നമ്മെ ന്യൂ ക്രിയേഷനാക്കി തീർക്കുകയാണ്. അതാണ് കർത്താവാകുന്ന യേശുക്രിസ്തു ചെയ്യുന്നത്. ഈ ലോകം, മതങ്ങൾ ഇപ്പോഴുള്ള മനുഷ്യനെ ഒരു നല്ല മനുഷ്യനാക്കി അവരുടെ ഏറ്റവും നല്ല മനുഷ്യൻ ആരായിരിക്കും എന്നറിയാമോ? ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. അയാളാണ് അവരുടെ ഏറ്റവും നല്ല മനുഷ്യൻ. ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ അത് വായിക്കുന്നു. ആൻറ്റി ക്രൈസ്റ്റ് ഈസ് ദ ബെസ്റ്റ് man can produce. Antichrist is the best man can produce. Antichrist is the completeness of sinful incompleteness. അവർ ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിച്ച് അവസാനമായിട്ട് അവരുടെ ഏറ്റവും നല്ല മനുഷ്യനാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. Antichrist is the completeness of sinful incompleteness. എന്നാൽ യേശു
പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. വാ, നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ആ സോയ ലൈഫ് നിങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അപ്ഗ്രഡേഷൻ അല്ല സംഭവിക്കുന്നത്. നിങ്ങൾ പുതുതായി തീരുകയാണ്, നിങ്ങളൊരു പുതിയ മനുഷ്യനായി തീരുകയാണ്. നിങ്ങളിൽ ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ് വ്യാപരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ കർത്താവ് നിങ്ങളിലേക്ക് അവിടുത്തെ പ്രകൃതം നൽകിത്തരുന്നു, ഗോഡ്സ് നേച്ചർ നൽകിത്തരുന്നു. കർത്താവ് ആ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് അവിടുത്തെ വിശ്വാസം, ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്തിനെ നൽകിത്തരികയാണ്. ആ സമയത്ത് തന്നെ കർത്താവ് നിങ്ങളിലേക്ക് ഗോഡ്സ് റൈച്ചസ്നെസ്, ദൈവത്തിൻ്റെ നീതിയെ നൽകിത്തരികയാണ്. അങ്ങനെ നിങ്ങളെ ദൈവത്തെ പോലെ ജീവിക്കുവാൻ കഴിയുന്ന വ്യക്തികളാക്കി തീർക്കുന്നു. ദൈവമായി തീരുകയില്ല. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ദൈവം നമ്മെ ദൈവമാക്കുകയില്ല. നമ്മൾ മനുഷ്യരായി തന്നെ തുടരും. പക്ഷേ നമുക്ക് എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കുവാൻ കഴിയും, സ്വർഗത്തിൻ്റെ നിലവാരത്തിൽ ജീവിക്കുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. അത് പ്രത്യേകിച്ചും സ്വഭാവത്തിൻ്റെ മേഖലയിൽ, നമ്മുടെ സ്വഭാവത്തിൻ്റെ മേഖലയിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി പാപത്തെ ജയിച്ച്, സ്വർഗത്തിൽ പാപമില്ല, ദൈവത്തിൽ പാപമില്ല. പാപം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഉണ്ടായ ഒരു സംഭവമല്ലേ. പിശാചും മനുഷ്യനും കൂടെ ചേർന്ന് അതിൻ്റെ ഫലമായിട്ട്, പിശാചും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മയുടെ ഫലമായിട്ട് ഉളവായതാണ് പാപമെന്ന് പറയുന്ന കാര്യം. അങ്ങനൊരു സാധനം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നില്ല. തെറ്റായിട്ടുള്ള ഒരു കൂട്ടായ്മ വന്നു കഴിഞ്ഞപ്പോൾ, ഒരു കൂട്ടുകെട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ആ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ട് അതിൽ നിന്ന് ഉളവായതാകുന്നു പാപമെന്ന് പറയുന്നത്. സ്വർഗത്തിൽ പാപമില്ല, ദൈവത്തിൽ പാപമില്ല. ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ ദൈവത്തെ പോലെ നമുക്ക് ജീവിക്കുവാൻ കഴിയും, വിശുദ്ധമാകുന്നൊരു ജീവിതം നയിക്കുവാൻ കഴിയും, പാപമില്ലാത്തൊരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയും. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ ഞാൻ ആരംഭത്തിൽ വായിച്ച ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാതലായ വശം എന്ന് പറയുന്നത് ജീവനെ നൽകുവാനും സമൃദ്ധിയായിട്ട് നൽകുവാനും, സോയെ ലൈഫിനെ സമൃദ്ധിയായിട്ട് നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആ ജീവൻ ഒരു superior in quality. God kind of life is superior in quality, and God kind of life beyond measure, abundant ആയിട്ടുള്ള ഒരു ജീവൻ വ്യാപരിക്കുന്ന സന്ദർഭത്തിൽ അത് അളവുകൾക്കപ്പുറമാകുന്നു. അതൊരു സൂപ്പർ അബണ്ടന്റ് ലൈഫാണ്. വാ, കർത്താവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത് ഒരു സൂപ്പർ അബണ്ടന്റ് ലൈഫാണ്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ മേൽ ആ സൂപ്പർ അബണ്ടന്റ് ലൈഫിനെ യേശു നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ജീവനെ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനും അവിടുന്ന് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ അബണ്ടന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ ഫെയ്ത്ത് സൂപ്പർ അബണ്ടൻ്റായി തീരുവാൻ പോകുന്നു, നിങ്ങളുടെ വിശ്വാസം സൂപ്പർ അബണ്ടൻ്റായി തീരുവാൻ പോകുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം സൂപ്പർ അബണ്ടൻ്റായി തീരുവാൻ പോകുന്നു, നിങ്ങളുടെ ക്ഷമ സൂപ്പർ അബണ്ടൻ്റായി തീരുവാൻ പോകുന്നു, നിങ്ങളുടെ വിശുദ്ധ ജീവിതം സൂപ്പർ അബണ്ടൻ്റായി തീരുവാൻ പോകുന്നു. വാ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹെൽത്ത് സൂപ്പർ അബണ്ടൻ്റായി തീരുവാൻ പോകുന്നു, നിങ്ങളുടെ ഫാമിലി ലൈഫ് സൂപ്പർ അബണ്ടൻ്റായി തീരുവാൻ പോകുന്നു, നിങ്ങളുടെ തലമുറകൾ സൂപ്പർ അബണ്ടൻ്റായി തീരുവാൻ പോകുന്നു, നിങ്ങളുടെ ഫൈനാൻസ് സൂപ്പർ അബണ്ടൻ്റായി തീരുവാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. എല്ലാ മേഖലയിലും, ആത്മീക, ഭൗതിക, ശാരീരിക മേഖലകളിലെല്ലാം സൂപ്പർ അബണ്ടൻസ് നൽകുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും വിധേയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ superior in quality, beyond measure. ആമേൻ. മാത്രമല്ല സൂപ്പർ അബണ്ടൻ്റ് എന്നുള്ളൊരു നിലവാരത്തിലേക്ക് യേശു അവിടുത്തെ സോയെ ലൈഫ് കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആ സൂപ്പർ അബണ്ടൻ്റ് എന്നുള്ള വാക്ക് വരുമ്പോൾ തന്നെ
സമൃദ്ധി എന്നുള്ള വാക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ ടു ദ ഫുൾ ടിൽ ഇറ്റ് ഓവർഫ്ലോസ് എന്നാണ്. ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ടു ദ ഫുൾ, ആൻഡ് ദെൻ വെൻ ഇറ്റ് ഓവർഫ്ലോസ് ദാറ്റ് ഈസ് അബണ്ടൻസ്. ടു ദ ഫുൾ ടിൽ ഇറ്റ് ഓവർഫ്ലോസ്, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതിനെയാണ് അബണ്ടൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് സൂപ്പർ അബണ്ടൻ്റ് എന്നുള്ള നിലവാരത്തിലേക്ക്, മൂലഭാഷയിലേക്ക് പോകുമ്പോൾ അതൊരു സൂപ്പർ അബണ്ടൻ്റ് ആണ്. സൂപ്പർ അബണ്ടൻ്റ് എന്നുള്ള നിലവാരത്തിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കുകയാണെങ്കിൽ, ഈ ജീവൻ നിങ്ങളിൽ നിറഞ്ഞതിന് ശേഷമായിട്ട് സ്രോതസ്സാകുന്ന യേശു നിങ്ങളിൽ ഉള്ളതിനാൽ നിങ്ങളിൽ നിന്ന് ഈ ജീവൻ പുറത്തോട്ടൊഴുകുവാൻ തുടങ്ങും. പുറത്തോട്ടൊഴുകുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അരികിൽ വരുന്നവരുടെ മേൽ സോയെ ലൈഫ് പകരപ്പെടുവാൻ, ആമേൻ, അല്ലെങ്കിൽ പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കുകയാണ്. വാ, ഗ്ലോറി ടു ജീസസ്. സൂപ്പർ അബണ്ടന്റ് ലൈഫിനെ കർത്താവ് നിങ്ങളിലൂടെ പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങളുടെ അരികിൽ വരുന്നവർക്ക് ആ ജീവനെ പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക്, വചനത്തെ അവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക്, സമൃദ്ധിയെ അവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക്, വിശ്വാസത്തെ അവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളാരും അവിടെ സ്രോതസ്സൊന്നും ആയിത്തീരത്തില്ല. പക്ഷേ സ്രോതസ്സാകുന്ന യേശു നമ്മുടെ ഉള്ളിലിരിക്കുന്നതിനാൽ യേശുവിലൂടെ ഈ പകർച്ചകൾ സംഭവിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ഈ സോയെ ലൈഫിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരായി തീർന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ മേൽ. സോയെ ലൈഫ്, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റേത് പോലെയുള്ള ജീവൻ വ്യാപരിക്കും. ഹല്ലേലൂയ. ആ ജീവൻ ഉള്ളവരായി ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിസമർത്ഥമാകുന്ന ഒരു ആത്മപകർച്ചയെ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കണമേ. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് ജീവനെ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനും ആ സമർത്ഥമാകുന്ന ജീവനാൽ ഈ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇപ്പോൾ സോയെ ലൈഫ് അവരുടെ മേലും സജീവമാകട്ടെ. യേശുവുള്ള ഓരോരുത്തരിലും സോയെ ലൈഫ് സജീവമാകട്ടെ. കേവലം മനുഷ്യരെ പോലെ ജീവിക്കേണ്ട കാര്യമില്ല. ഈ ഭൂമിയിൽ ദൈവത്തെ പോലെ ജീവിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രകൃതത്താൽ അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വാസത്താൽ അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ നീതിയാൽ അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തിയാൽ അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ജീവനാൽ അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. സൂപ്പർ അബണ്ടൻസ് എല്ലാ മേഖലയിലും വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ശാരീരിക മേഖലയിൽ സൂപ്പർ അബണ്ടൻസ് വ്യാപരിക്കട്ടെ. ശാരീരിക മേഖലയിൽ രോഗബാധകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരെയും തുടരണം കർത്താവേ. ഇപ്പോൾ അവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ശാരീരിക മേഖലയിൽ സൂപ്പർ അബണ്ടൻസ് വ്യാപരിക്കട്ടെ. യെസ് ലോർഡ്. ഫൈനാൻഷ്യൽ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ സൂപ്പർ അബണ്ടൻസ് വ്യാപരിക്കട്ടെ. അവർ അനുഭവിക്കുന്ന സാമ്പത്തികമാകുന്ന സകലവിധമാകുന്ന സംഘർഷങ്ങളിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മേഖലയിൽ ഒരു വലിയ സമൃദ്ധിയെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ സൂപ്പർ അബണ്ടൻസ്, സ്നേഹത്തിൻ്റെ മേഖലയിൽ സൂപ്പർ അബണ്ടൻസ് അവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തൊടുന്നതിനായി സ്തോത്രം. അഭിഷേകത്തിൽ ചലിക്കുന്നവരുടെ മേൽ സൂപ്പർ അബണ്ടൻസ് ഇൻ ജീസസ് നെയിം. റോബാക്കോസ് ഫിറ്റിൽ റോവാക്കാത്തിനി ലഞ്ചി റോവിനി ടോഫോസ് ബിനി റോഫാക്കസൻ ലെല്ലെബി റോഫാത്തിനി അൽബറാത്തിയാസ് അല്ലിയാൻ താൻവർവജനസ് പെലിയ തുറുവസീനി ലിയാന്തനി. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.
ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.